സമസ്ത മുശാവറ അംഗം ഉമർ ഫൈസിക്ക് പിന്തുണയുമായി SKSSF. ലീഗ് നേതൃത്വം തിരുത്തണം. അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ ഉമർ ഫൈസിയെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് SKSSF സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് പറഞ്ഞു. നിലവിലെ ഉമർ ഫൈസി ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം എന്ന് പറയുന്നത് സമസ്തയെയും സമസ്തന്റെ അധ്യക്ഷനെയും അധിക്ഷേപിച്ചതിനെതിരായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഉമർ ഫൈസി നടത്തിയിട്ടുള്ളത്. അത് ഉമർ ഫൈസി മാത്രമല്ല, സമസ്തന്റെ പ്രവർത്തകരുടെ മൊത്തം വികാരമാണല്ലോ. സമസ്തന്റെ പ്രസിഡന്റിനെ മോശമായിട്ട് ചിത്രീകരിക്കുക, സമസ്തക്കെതിരായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത് ഏത് പ്രസ്ഥാനത്തായാലും ആ പ്രസ്ഥാനത്തിന് പ്രയാസം ഉണ്ടാകുന്ന കാര്യമല്ലേ. അപ്പൊ അതാണ് ഉമർ ഫൈസി പറഞ്ഞത്. അപ്പൊ ഉമർ ഫൈസിന്റെ ആവശ്യത്തിൽ മാത്രം ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കുന്നത് ശരിയല്ലല്ലോ. മുസ്ലിം ലീഗിനല്ല, ആരും മുസ്ലിം ലീഗിന് മാത്രമല്ല. സമീർ C. മുഹമ്മദ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, ഉമർ ഫൈസി എന്തുയർത്തിക്കൊണ്ടുവന്നു എന്നാണ് OP അഷ്റഫ് പറയുന്നത്? വേണു, തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നോടിയായാണ് മുസ്ലിം ലീഗിന്റെ രൂക്ഷ വിമർശനവുമായി സമസ്തയുടെ മുശാവറ അംഗം ഉമർ ഫൈസി ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷവും അതേ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ വിമർശനങ്ങൾക്ക് ശക്തമായ മറുപടിയുമായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി KM ഷാജി ഉൾപ്പെടെയുള്ളവർ എത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം KM ഷാജി പറഞ്ഞത് CPIM-ന് എന്തെങ്കിലും ഉപദേശം വേണമെങ്കിൽ അതിന് ഉമർ ഫൈസിയുടെ ഭാഗത്തുനിന്ന് തേടിക്കൂടെ, അതിൻ്റെ സിറാത്ത് പാലത്തിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു പരാമർശങ്ങൾ, ഒരു ഉമർ ഫൈസിയെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള പരാമർശങ്ങളാണ് വന്നിരുന്നത്. അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ SKSSF-ന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതിരോധം തീർത്തിരിക്കുന്നത്. ഈ സമസ്തയ്ക്കകത്ത് ചില സഖാക്കളുണ്ട് എന്ന് നേരത്തെ തന്നെ PM A സലാം പറയുകയും ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ തുടർച്ചയായിക്കൊണ്ടാണ് സമസ്തയുടെ മുശാവറ അംഗമായിട്ടുള്ള ഉമർ ഫൈസി മുഖം ഒരു ഇടത് അനുഭാവിയാണ്, അദ്ദേഹത്തെ അത്തരത്തിൽ ഒരു മുദ്ര കുത്താനുള്ള ശ്രമങ്ങളാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. PM A സലാമിനെ പോലെ, KM ഷാജിയെ പോലെ, MSF-ന്റെ നേതാവായിട്ടുള്ള നജാഫ് ഉൾപ്പെടെയുള്ളവരും അത്തരം പരാമർശങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ വിവിധ വിഷയങ്ങളിൽ ഉമർ ഫൈസിയെ ഒരു CPIM-ന്റെ ആളാണ് അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് എന്ന് വരുത്തി തീർക്കുകയും അതുവഴി അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളൊന്നും അത് സമസ്തയുടേതല്ല, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരവും അതുപോലെ തന്നെ CPM അനുഭവപൂർവ്വമായിട്ടുള്ള നിലപാടുകളുമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെ ഭാഗത്തുനിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.